ലെയറിങ് ചെയ്ത മത്തൻ്റെ വേരുള്ള ഭാഗം ചെടിച്ചട്ടിയിലാണ് ആ ലെയർ ചെയ്ത ഭാഗം. അത് നന്നായിട്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ പഴുത്തുപോയ ഇലകളൊക്കെ അതിൻ്റെ ഇപ്പുറത്തേക്കുള്ള ഭാഗങ്ങളാണ്. ഇപ്പുറത്തേക്ക് ഒരുപക്ഷെ അതിന് പോഷകങ്ങൾ കിട്ടുന്നുണ്ടാവില്ല. കാരണം റിവേഴ്സിൽ ഒഴുകില്ലായിരിക്കും. സൈലം, ഫ്ലോയം മുതലായ അതിൻ്റെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ റിവേഴ്സ് പോക്കുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ട് അപ്പുറത്തെ ഇലകളൊക്കെ പഴുത്തു പോയി. മുകളിലേക്കുള്ളത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. പക്ഷേ ഒരു രസം എന്താ വെച്ചാൽ ഇതിൻ്റെ കൂമ്പ് എപ്പോഴും ഏതോ ജീവി കടിച്ച് തിന്ന് കളയുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ആദ്യം ഉണ്ടായിരുന്ന കൂമ്പ് അതാണ്, അത് കടിച്ചു പോയി. അപ്പോൾ വേറൊരു കൂമ്പുണ്ടായി. ഇതല്ല കേട്ടോ, ഇത് അതിൻ്റെ ശേഷം മൂന്നാമത്തെയാണ്. ആ രണ്ടാമതുണ്ടായ കൂമ്പ് ഇതാ കടിച്ചു പോയിരിക്കണു, അത് ഉണങ്ങിപ്പോയി. അപ്പോൾ അവിടെ വേറൊരു ചെറിയ തളിരുണ്ടാവുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ തൊട്ട് താഴെ ഒരു തളിരും കൂടി ഉണ്ടാവുന്നുണ്ട്. അതാണിപ്പോൾ ശരിക്കും വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ജീവികൾ, എനിക്ക് ഓന്താണോ ഏത് ജീവിയാണെന്നറിയില്ല, ഇത്രയും മണ്ണുള്ള തണ്ട് കടിച്ചു കളയണമെങ്കിൽ കുറച്ച് ശക്തിയുള്ള ജീവിയായിരിക്കണ്ടേ. സാധാരണ പച്ചത്തുള്ളതിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയില്ല. ഇനി ആ മത്തൻ്റെ ഒറിജിനൽ ചെടിയുടെ അവസ്ഥ കാണണ്ടേ. അതിൻ്റെ ഇല മുഴുവൻ പഴുത്തില്ലെങ്കിലും ഏകദേശമൊക്കെ തീരുമാനമാവുക ഇലയാണ്. അവിടെ പയറും മധുരക്കിഴങ്ങൊക്കെ വേറെ ഉണ്ടാവും. അതല്ല കേട്ടോ ഉദ്ദേശിച്ചത്. വരുന്നു അതിൻ്റെ വള്ളി. ഒറിജിനൽ മത്തൻ്റെ കടയാണ് കാണുന്നത്. ഇത് എന്തോ റൂട്ട് നോട്ട് ഡിസീസ് നെമറ്റോഡ്സാണെന്ന് തോന്നുന്നുണ്ട്. ബാധിച്ചുകൊണ്ട് ആണ് ഞാൻ വേഗം മുറിച്ച് കളഞ്ഞത്. അതായിട്ടുള്ള ബന്ധം ആദ്യം ലെയർ ചെയ്യാൻ കാരണം അതല്ല. ലെയർ ചെയ്യാൻ കാരണം ആ മുകളിലുള്ള ഭാഗത്തെ വള്ളിയിൽ ഏതോ ജീവി പകുതി തണ്ട് തിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അതിൻ്റെ അങ്ങോട്ടുള്ള വളരില്ല, മിക്കവാറും കേടാവും, അല്ലെങ്കിൽ മുറിച്ച് കളയും. ജീവി എന്നെ രണ്ടാമത് വന്ന് മുറിക്കുമെന്ന് തോന്നിയപ്പോഴാണ് ആ ഭാഗം മണ്ണിൻ്റെ അടിയിൽ പൂഴ്ത്തി വെച്ച് അവിടെ ലെയറിങ് ആക്കിയത്. പിന്നെ ഈ മത്തനെന്ന് വെച്ചാൽ എല്ലാ ഇലകളുടെ ഏണുകളിലും വേരുണ്ടാവാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. നിലത്ത് പടരുമ്പോൾ പല സ്ഥലത്തു നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ. ഇതിപ്പോൾ ഇവിടെ നിലത്തല്ല പടരുന്നത്, വാട്ടർ ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിൻ്റെ മുകളിലും മതിലൊക്കെ അല്ലേ. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഒരു ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഭാഗം കേടായി. അപ്പോൾ അതിന് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ അവിടെ വെച്ചിരിക്കുകയാണ്. ദിവസം വെള്ളം നനച്ച് കൊടുക്കും, അത്രയേ ഉള്ളൂ. അത് മിക്കവാറും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പോവും. അപ്പം മറ്റേതെങ്കിലും ഒന്ന് വലുതായി വന്ന് ഒരു മത്തനുണ്ടായി കിട്ടിയാൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു.